ഓക്കെ, ഹലോ ഗൈസ്, എൻ്റെ പേര് പ്രണവ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നോക്കാൻ പോകുന്നത് കുറച്ച് ലാബ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പഠിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കും, ഇതൊക്കെ ഈ ഒരു ജേർണിയിൽ എനിക്കും സംഭവിക്കും. അപ്പോൾ അതെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് നിങ്ങളെയും കൂടി ഹെൽപ്പ് ചെയ്യുക. അതായത് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണെന്ന് ഒരു രീതിയിൽ കാണിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പോർട്സുഗറിൻ്റെ SQL ഇഞ്ചക്ഷൻ ലാബ്സ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുന്നത് ഓരോ ലാബും ഇതിലുള്ള എല്ലാ ലാബും നമ്മളിപ്പോൾ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന എല്ലാ ലാബും നമ്മൾ ചെയ്യും. പക്ഷേ ഒരു വീഡിയോയിൽ ഒരെണ്ണം വെച്ചിട്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ SQL ഇഞ്ചക്ഷനെ പറ്റി ജസ്റ്റ് ബ്രീഫായിട്ട് സംസാരിച്ച് പോകും. എന്തുകൊണ്ട് ഓരോന്നും ഓരോ വീഡിയോയിൽ ചെയ്യുന്നു വെച്ചപ്പം ലെങ്ത് കുറവായിരിക്കും. ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ആക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പം സിംപ്ലി കവർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്താ പറയുന്നത്, ഒരു 2-5 മിനിറ്റൊക്കെ തുടക്കത്തിലെ വീഡിയോസ് കാണാൻ സാധ്യതയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴാണ് ഇച്ചിരി ഹെവി ആയിട്ടുള്ളതൊക്കെ വരുമ്പോഴേ ഉള്ളൂ ലെങ്ത് കൂടാനായിട്ടുള്ള ചാൻസ്. അപ്പം നമുക്ക് ആദ്യം SQL ഇഞ്ചക്ഷൻ എന്താണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പം തിയറിറ്റിക്കൽ സൈഡ് ജസ്റ്റ് സംസാരിച്ച് പോകത്തേ ഉള്ളൂ. അത് നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു പ്രാക്ടിക്കൽ ലാബ് സോൾവിങ്ങും CTFs അല്ലെങ്കിൽ ബഗ് ബൗണ്ടീസ് അതുപോലത്തെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ഈ ഒരു തിയറിറ്റിക്കൽ സൈഡ് കവർ ചെയ്യുകയാണെങ്കിൽ വേറെ പല യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. നമ്മൾ പക്കയായിട്ട് ലാബ്സ് ആൻഡ് പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ ജസ്റ്റ് സംസാരിച്ച് പോകാം. നമുക്കതിന് ട്രൈ ഹാക്മിയിലൊരു റൂമുണ്ട്, എന്താണ് ജസ്റ്റ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് വെച്ച് സംസാരിക്കാം. അപ്പോൾ സിംപ്ലി പറയുവാണെങ്കിൽ ഈ ഒരു SQL ഇഞ്ചക്ഷൻ എന്താണെന്ന് പറയുവാണെങ്കിൽ SQL ഡേറ്റാബേസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഡേറ്റാബേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. നമ്മുടെ ഡേറ്റ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സെർവർ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെയാണ് നമുക്ക് ഡേറ്റാബേസ് എന്ന് പറയാൻ. ഒരു കളക്ഷനാണ് ഡേറ്റാബേസ്, ഈ ഒരു ഡേറ്റയുടെ. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റാബേസ് നമ്മൾ കൂടുതലും അത് രണ്ടായിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഈ ഒരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷണൽ ഡേറ്റാബേസും നോൺ റിലേഷണൽ ഡേറ്റാബേസും. ഓക്കെ, അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു SQL യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വെച്ചാൽ റിലേഷണൽ ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു SQL വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷണൽ ഡേറ്റാബേസ് നമുക്ക് വേണ്ടത്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ബാക്കിൽ SQL വിളിക്കും, ഇന്ന യൂസറിൻ്റെ ഇന്ന ഡീറ്റെയിൽസ് വരട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ SQL വെച്ചിട്ടാണ് ഇതെല്ലാം കോൾ ചെയ്യുന്നത്. പക്ഷേ എവിടെയാണ് ഈ ഒരു SQL ഇഞ്ചക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇത് കറക്റ്റായിട്ട് ഫിൽറ്റർ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് സെർവറിൽ എത്തുന്നുണ്ട്. ഈ ഒരു നമ്മളിവിടെ കൊടുക്കുന്ന ആ ഒരു എന്താണോ നമ്മൾ ചോദിക്കും. എൻ്റെ പേര് പ്രണവ്. അപ്പം ഈ പ്രണവിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ഈ പ്രണവ് എന്ന പേര് നമ്മൾ അടിക്കുന്ന ആ യൂസർ നെയിമേ സെർവറിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അത് ആ ഒരു SQLൻ്റെ ആ ഒരു ഫോർമാറ്റിൽ കയറിയിട്ടാണ് നമുക്ക് വേണ്ട തരുന്നത്. അതിനർത്ഥം നമുക്ക് അതിൽ വേണ്ട എന്തെങ്കിലും ഒരു മലീഷ്യസ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള SQL നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതും സെർവറിലെത്തും. എന്നിട്ട് നമുക്ക് സാധാ ഇൻറ്റൻറ്റ്, ഇപ്പം നമുക്ക് തരുന്നത് എൻ്റെ പേരാണ്, എനിക്ക് വേണ്ടത് എൻ്റെ പ്രൊഫൈലാണെങ്കിൽ നമുക്കത് മാറ്റി വേറെ എന്തെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബേസിക്കലി പറഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ. അതായത് നമ്മൾ നോർമൽ ഇൻറ്റൻറ്റഡ് ബിഹേവിയറിന് അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, ആ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ SQL യൂസ് ചെയ്തിട്ട് ആ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ പുഷ് ചെയ്യുക, നമുക്ക് ആ ഒരു നോർമലി ഇൻറ്റൻറ്റ് ചെയ്യുന്നതിനപ്പുറമുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട്. അപ്പോൾ അതാണ് സിമ്പിളി പറഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ. സോ ഞാൻ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ഇതൊക്കെ റെഫർ ചെയ്യാം. കണ്ടോ, SQL ഇഞ്ചക്ഷൻ്റെ ഈ ലാബ് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർട്സുഗറിൽ തന്നെ ഉണ്ട്, അതിൻ്റെ തിയററ്റിക്കൽ സൈഡുണ്ട്. അപ്പം അത് ഫോളോ ചെയ്യാം, വായിച്ച് നോക്കാം. പിന്നെ ChatGPT ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഷോർട്ടാക്കിയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഈ ഒരു വീഡിയോ സംസാരിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഇതിൻ്റെ ഫസ്റ്റ് ലാബ് മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ലാബ് എന്ന് പറയുമ്പോൾ SQL ഇഞ്ചക്ഷൻ വൾണറബിലിറ്റി ഇൻ വെയർ ക്ലോസ് അലൗവിങ് റിട്രീവൽ ഓഫ് ഹിഡൻ ഡേറ്റ. സോ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ബേസിക് SQL നോളജ് വേണം, എങ്കിൽ മാത്രമേ ഈ ലാബൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റിസർച്ച് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള നോളജ് ഉണ്ടായിരിക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാനുള്ളത്, ഗൂഗിൾ ഡോർക്കിംഗ്. സോ അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അപ്പം നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ.